ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂലൈ മാസത്തിലെ നക്ഷത്രഫലങ്ങളാണ് പറയുന്നത്. ഈ രാശിമാറ്റം, അതായത് 27 നാളുകൾക്കും ഓരോ മാസവും രാശിമാറ്റം ഉണ്ടാകും. ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഇന്ന് പറയുന്നത് രോഹിണി, മകയിരം, തിരുവാതിര 3 നാളുകളെ കുറിച്ചിട്ടാണ്. രോഹിണി നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രോഹിണി നാളിൻ്റെ ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗങ്ങളൊക്കെ സുഖം പ്രാപിക്കും. ആഡംബര വസ്തുക്കളൊക്കെ കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. ബന്ധുക്കളൊക്കെ നല്ല സഹകരണമായിട്ട് കൂടെ ഉണ്ടാവും. ധനം വരുന്ന വഴിയൊന്നും തടസ്സമുണ്ടാവില്ല. ധനം കിട്ടാനുള്ള, പൈസ കിട്ടാനുള്ള മാർഗങ്ങളും തടസ്സപ്പെടില്ല. പഴയ ആധാരമൊക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് വിഫലമാണത്. എന്നാൽ പ്രണയത്തിൽ താല്പര്യമുണ്ടാവില്ല. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിനൊക്കെ ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനുവദിക്കുന്നൊരു സമയമാണിത്. സുഹൃത്തുക്കളുമായിട്ടുള്ള വാക്ക് പറയും, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള ലീവിനൊക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തടസ്സമാണതിന്. കുടുംബത്തിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ പരിചരണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി മകയിലെ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സ്വസ്ഥത, വീട്ടിലുള്ള സ്വസ്ഥത കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഏറെയും കുറഞ്ഞ് നിൽക്കും. ജോലിയിലൊക്കെ ഏകാഗ്രത നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ജോലി ചെയ്യുക. സ്ഥലമാറ്റത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ പ്രാവർത്തികമാകില്ല ഈ ഒരു സമയത്ത്. പിന്നെ ആരിൽ നിന്നും പ്രതീക്ഷിച്ച വിധം പിന്തുണ കിട്ടിയെന്ന് വരില്ല. വാഹനം ഓടിക്കുമ്പോഴൊക്കെ കരുതൽ വേണം. സഹോദരന് തുല്യമായിട്ടുള്ള ആരെങ്കിലും, അതായത് സഹോദരനോ സഹോദരി ആരും, അവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില കൂട്ടുകെട്ടൊക്കെ ഇപ്പോൾ അപകടം വരുത്തിയേക്കാം. അതൊക്കെ നല്ല രീതിയിലുള്ള കൂട്ടുകെട്ട് കൊണ്ട് മുന്നോട്ട് പോകുക. നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പൈസ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു സമയമാണിപ്പോൾ. അത്രയും കാര്യങ്ങളാണ് മകയിരത്തെക്കുറിച്ച് പറയാനുള്ളത്. തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. മാനസികമായിട്ട് അനുഭവിച്ചിരുന്ന സംഘർഷമൊക്കെ കുറഞ്ഞു വരും. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾക്ക് അന്വേഷിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ, അത് വീണ്ടും തുടരും. ധാർമ്മികവും മതപരവുമായ കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കേണ്ടതായ ഒരു സാഹചര്യം വരും. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് വേറെ ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കരുത്, അത് ദോഷം ചെയ്യും. അസുഖമായിട്ട് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ സന്ദർശിക്കാനുള്ളൊരു സമയമാണിപ്പോൾ. നല്ലൊരു സമയമാണ്, പോയി കാണുക. നമുക്ക് എന്താന്ന് പറഞ്ഞാലും നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ കാണുന്നതിൽ ഏറ്റവും നല്ലത്. മരിച്ചു കഴിഞ്ഞ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളുടെ ഒരു വാക്ക് ഒരാശ്വാസം നൽകുമെങ്കിലും ഓഹരി വ്യാപാരം നടത്തേണ്ട നഷ്ടം ഉണ്ടാവും. ദൂരയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് പറ്റുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 നാളുകളെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.